Ini, ini gili amang yang gili ka. Dia. നമസ്കാരം, എല്ലാവർക്കും ജേണി വിത്ത് സജീഷ് ഗോവിന്ദൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ പോകുന്നത് കാസർഗോഡിലെ വളരെ പ്രസിദ്ധമായ ഒരു ടൂറിസ്റ്റ് പോയിന്റായ അനന്തപുരം ക്ഷേത്രത്തിലേക്കാണ്. ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഇപ്പം വീഡിയോ കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രത്തിലേക്ക് എങ്ങനെ പോവാന്ന് ആദ്യം അറിയണം. അപ്പോൾ അതിന് നമ്മൾ കാസർഗോഡ് ടൗണിൽ നിന്ന് ഏകദേശം 11 കിലോമീറ്റർ വടക്ക് ഭാഗത്തേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ, അതായത് മംഗലാപുരം റൂട്ടിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ കുമ്പള എന്ന സ്ഥലത്തേക്ക് എത്തും. കുമ്പളയിൽ നിന്ന് നമ്മൾ ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അനന്തപുരം ക്ഷേത്രത്തിലേക്ക് എത്താം. അപ്പോൾ കുമ്പളയിൽ നിന്നാണ് ആക്ച്വലി ഡൈവേർഷൻ വരുന്നത്. അപ്പോൾ കുമ്പള എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. റൈറ്റിലേക്ക് ഒരു 5 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തേക്ക് എത്തും. അനന്തപുരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും. അനന്തപുരം ക്ഷേത്രത്തിലേക്ക് എത്താം. അപ്പോൾ ആ പോകുന്ന റൂട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഒറ്റക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ ജയകൃഷ്ണൻ ഉണ്ട്. ജയകൃഷ്ണൻ നിങ്ങൾക്ക് ഓൾറെഡി പരിചയമുണ്ടെന്ന് വിചാരിക്കുന്നു. വേറെ വ്ളോഗിലെല്ലാം ട്രാവൽ വ്ളോഗിലെല്ലാം ഉണ്ടായിരുന്നു സജീഷിന്റെ കൂടെ. അതെ, കറക്റ്റ്. നമ്മളെ മുമ്പത്തെ ട്രാവൽ വ്ളോഗിലെല്ലാം ജയകൃഷ്ണൻ ഉണ്ടായിരുന്നു. പിന്നെ ജയകൃഷ്ണന് കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് നമ്മള് ഓൺലൈൻ ക്ലാസ് എല്ലാം ആയതുകൊണ്ട്, അതെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ജയകൃഷ്ണൻ കഴിഞ്ഞ വ്ളോഗിലൊന്നും ഇല്ലായിരുന്നത്. അപ്പം ജയകൃഷ്ണനും ഞാനുമാണ് ഇപ്പോൾ പോകുന്നുള്ളത്. ഞങ്ങളിപ്പോ കുമ്പള എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ എത്തി നമ്മളൊരു ചായയെല്ലാം കുടിച്ച് ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പം ഇവിടം വരെയുള്ള റൂട്ട് നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ അല്ലെ റൂട്ടായിരിക്കും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നേരെ ഹൈവേ തന്നെയാണ് വരുന്നുള്ളത്. കാസർഗോഡ് നിന്ന് മംഗലാപുരം റൂട്ടാണ്. അപ്പൊ 11 കിലോമീറ്റർ കാസർഗോഡ് നിന്ന് സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താം. ഇതിന് ശേഷം അങ്ങോട്ടേക്ക് ചിലപ്പോൾ റൂട്ട് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. മീൻസ് കുറച്ച് ഡൈവേർഷൻ ഇടയ്ക്ക് വരുന്നുണ്ട്. പോവാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, റൂട്ട് നോക്കി മനസ്സിലാക്കുക. വളരെ സിമ്പിൾ ആണ്. ഗൂഗിൾ മാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പോകാമതേ ഉള്ളൂ. എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരുവാണ്. റൂട്ട് കാണിച്ചു കൊടുത്തോ അല്ലെ? പോവാല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് വിടാം. അത്യാവശ്യം നല്ല റോഡാണ്, മോശമൊന്നുമില്ല. അപ്പൊ ഡ്രൈവ് ചെയ്തിട്ട് വരാൻ നല്ല സുഖമാണ് നമുക്ക്. നമ്മൾ ഹൈവേന്ന് ഇങ്ങോട്ടേക്ക് മാറിയെങ്കിലും ഈ റോഡും തിരക്കേടില്ലാത്ത റോഡാണ്. ഈ ഒരു സമയത്തായതുകൊണ്ട് നല്ലൊരു വെയിലുണ്ട്. ഞങ്ങളിപ്പോൾ ഏകദേശം ടൈം ഏകദേശം 11:30 ആയിട്ടുണ്ട്. നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ബൈക്കിലൊക്കെ വരുന്നവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും തോന്നുന്നു എനിക്ക്. എന്താ വെച്ചാൽ നല്ല ചൂടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഏർലി മോർണിംഗിന് വരണം. അപ്പോൾ പ്രശ്നമില്ല. അല്ലെങ്കിൽ ഈവനിങ്ങിൽ വരണം. അപ്പം ഈ ഒരു സമയത്തൊക്കെയാണ് നിങ്ങൾ ഡ്രൈവ് ചെയ്ത് വരുന്നതെങ്കിൽ നല്ല ചൂടുണ്ടാവും. പുറത്ത് നല്ല ചൂടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നായിക്കാപ്പ് എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയാണ് നമുക്ക് ആക്ച്വലി ഡൈവേർഷൻ വരുന്നത്. ഇവിടുന്ന് നമുക്ക് റൈറ്റ് ആണ് പോകേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ബോർഡ് ഉണ്ട്. ബോർഡ് നോക്കിയിട്ട് നമുക്ക് പോവാം. ഇവിടെ അനന്തപുരം ടെമ്പിൾ 1.2 കിലോമീറ്ററിന് കാണിച്ചിട്ടുണ്ട് ബോർഡ്. അപ്പം ഇവിടെ അനന്തപുരം ക്ഷേത്രം എന്നുള്ളൊരു ബോർഡും റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. റൂട്ട് കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. അപ്പോൾ ഈ ഒരു റോഡിലേക്കാണ് നമ്മൾ ഡൈവേർഷൻ എടുക്കേണ്ടത്. നമ്മളിപ്പം ആ ഒരു റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. അനന്തപുരം ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ബോർഡ് ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ വണ്ടി ഇവിടെ എവിടെയെങ്കിലും സൈഡിൽ പാർക്ക് ചെയ്യാം അല്ലേ? ഓക്കെ, ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളങ്ങനെ അനന്തപുരം ക്ഷേത്രത്തിൻ്റെ മുൻപ് ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്.
ആക്ച്വലി നമുക്ക് അമ്പലത്തിനകത്ത് പിന്നെ വീഡിയോഗ്രാഫി നിരോധിച്ചിരിക്കുകയാണ്. നമുക്ക് ഔട്ട്സൈഡ് പിന്നെ കാര്യങ്ങളൊക്കെ എന്തായാലും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ ഉണ്ട്. അപ്പം നമ്മളിപ്പം എൻട്രൻസിന് നേരെ പിന്നെ ഇടതുഭാഗത്തേക്ക് ഇങ്ങനെ നടക്കുവാണ്. അകത്തേക്ക് കയറിയതിന് ശേഷം അമ്പലത്തിന് ചുറ്റും റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമ്മളിപ്പോഴേ അമ്പലത്തിന് ചുറ്റും നടന്നു വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഈ ഒരു അമ്പലം നേരിൽ കണ്ട ഒരു പ്രതീതി വരണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു തരത്തിൽ ഷൂട്ട് ചെയ്യുന്നുള്ളത്. നമ്മളിപ്പോൾ അമ്പലത്തിന് ചുറ്റും നടന്ന് മെയിൻ എൻട്രൻസിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്.
പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ടത് എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് തടാക ക്ഷേത്രം എന്ന് പറയുന്നത്. 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ടത് കൊണ്ട് തന്നെ സരോവര ക്ഷേത്രം എന്നൊരു പേര് കൂടി ഈ ഒരു ക്ഷേത്രത്തിനുണ്ട്. തിരുവനന്തപുരം അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലക്ഷേത്രമാണ് ഈ ഒരു അമ്പലം എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ അമ്പലക്കുളത്തിലെ ബബിയ എന്ന മുതലയാണ്. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏക വെജിറ്റേറിയൻ മുതലയാണ് ബബിയ. അപ്പോൾ ബബിയക്ക് നിവേദ്യം കൊടുക്കുക എന്നത് ഈ ഒരു അമ്പലത്തിലെ പ്രധാന വഴിപാടാണ്. അപ്പോൾ പൂജയ്ക്ക് ശേഷം പൂജാരി നിവേദ്യവുമായിട്ട് പോയി നിവേദ്യം കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ബബിയ എന്ന് വിളിച്ചിട്ടാണ് നിവേദ്യമൊക്കെ കൊടുക്കുക. വിവിധ തരത്തിലുള്ള ഒരുപാട് മത്സ്യങ്ങൾ ഈ തടാകത്തിലുണ്ട്. അപ്പോൾ നമുക്കത് ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അതേപോലെ തന്നെ നല്ലൊരു താമരക്കുളം ഉണ്ട് ഇവിടെ. ഈ ഒരു ഭാഗത്തായിട്ടാണ് താമരക്കുളം ഉള്ളത്. പണ്ട് ഇംഗ്ലീഷുകാർ ഭരിക്കുന്ന സമയത്ത് അവർ ഈ തടാകത്തിൽ ഒരു മുതലയെ കണ്ടു. ആ മുതലയെ അവർ വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. അതിനുശേഷം വന്ന മുതലയാണ് ബബിയ എന്ന് പറയുന്ന ഇപ്പോൾ ഉള്ള മുതല. ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം അനന്തപുരം കാസർഗോഡ് ജില്ലയിൽ ഒരു മഹാക്ഷേത്രമായിട്ട് കാണാൻ കിട്ടുന്ന ഒരു ക്ഷേത്രമാണ് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം. ശ്രീദേവി ഭൂദേവി സഹിത ശ്രീ അനന്തപത്മനാഭസ്വാമി ഇവിടെ പ്രതിഷ്ഠയാണ്. കടുശർക്കര പാകത്തിൽ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളാണ് ഇവിടുത്തെ. തടാക ക്ഷേത്രമാണ് പ്രധാനപ്പെട്ടത് ഒന്ന്. തടാക ക്ഷേത്രത്തിൽ സാക്ഷാത് വൈകുണ്ഠമായ മഹാവിഷ്ണു ഇവിടെ ഇരിക്കുന്ന സ്ഥിതിയിലാണ് കാണുന്നത്. ശ്രീദേവി ഭൂദേവി അനന്തപത്മനാഭസ്വാമി ഹനുമ ഗരുഡ നാഗകർണിക ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളാണ് ഇവിടെ. 3000 കൊല്ലം മുമ്പ് ഋഷിമുനികള കാലത്ത് ഈ അമ്പലം ഉണ്ടായാണ്. അഗസ്ത്യമുനികൾ പ്രതിഷ്ഠാപിച്ച വിഗ്രഹങ്ങളാണ് ഇവിടുത്തെ കടുശിറക്കര യോഗം. തടാകക്ഷേത്രത്തിൽ ഒരു ദൈവിക സാന്നിധ്യമുള്ള ഒരു മുതലുണ്ട്, ബബിയ എന്ന പേര്. പണ്ടേ ഒരു മുതല ഇവിടെ ഉണ്ടായിരുന്നു ഐതിഹ്യം പറയുന്നുണ്ട്. പണ്ടത്തെ മുതലിനെ ബ്രിട്ടീഷുടെ കാലത്ത് 1946 ബ്രിട്ടീഷ് പട്ടാളന്മാർ ആക്രമിച്ച് മുതലിനെ വെടിവെച്ച് കൊന്നതാണ് അന്നത്തെ മുതല. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഈ നാട്ടുകാർ വന്നു കൂടുമ്പോൾ ഇപ്പോൾ ഉള്ള മുതലിനെ കാണാൻ കിട്ടിയതാണ്. ഈ മുതല എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു ഒന്നും അറിയില്ല. ഒരു ദൈവിക സാന്നിധ്യമുള്ള ഒരു മുതലാണ്. പണ്ടത്തെ മുതലയുടെ പേരാണ് ഇപ്പോഴത്തെ മുതലയ്ക്ക് വെച്ചിരിക്കുന്നത്. ഇത് അതിശയം എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ ക്രൊക്കഡൈൽ. ഈ മുതലയ്ക്ക് മാംസാഹാരി ആയാലും ഇതിന് നൈവേദ്യം കൊടുത്ത് സസ്യാഹാരിയായിട്ട് ജീവിച്ചുകൊണ്ട് ഇപ്പോൾ അതിന് 80 വർഷം വയസ്സായിരിക്കുന്നു. ഈ മുതലയുടെ 2 നേരം നൈവേദ്യം കൊടുക്കാറുണ്ട്. ഭഗവാന് സമർപ്പിച്ച നൈവേദ്യം
2 നേരം രാവിലെ 8 മണിക്ക് ഉച്ചയ്ക്ക് 12 മണിക്ക് മുതലക്ക് കൊടുക്കാറുണ്ട്. ഭക്തജനങ്ങൾ വഴിപാടായിട്ട് ഇവിടെ മുതലക്ക് നൈവേദ്യം സമർപ്പിക്കാറുണ്ട്. ഇത് രാവിലെ 8 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്ക് 3 നേരം പൂജയുണ്ട്. രാവിലെ 7:30 മണിക്ക്, ഉച്ചയ്ക്ക് 12 മണിക്ക്, രാത്രി 7:30 മണിക്ക് 3 നേരം പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൊറോണ സമയത്ത് ചില വ്യത്യാസങ്ങൾ വന്നിരുന്നു. അതൊക്കെ മാറി ഇപ്പോൾ മുമ്പത്തെ പോലെ ജനങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഭക്താദികൾ ദൂരത്ത് നിന്ന് ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മധ്യാഹ്നം അന്നദാനം ഉണ്ടായിരുന്നു പണ്ട് മുമ്പ്. ഇപ്പോൾ ഈ കൊറോണ കാലം കഴിഞ്ഞ ശേഷം അന്നദാനം തുടങ്ങിയിട്ടില്ല. നമ്മളിപ്പോൾ അമ്പലത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ ഇപ്പം കൊറോണ ടൈം ആയതുകൊണ്ട് ഇവിടെ ഫുഡും കാര്യങ്ങളൊന്നുമില്ല. ജയകൃഷ്ണ എന്തിന്റെ എക്സ്പീരിയൻസ്? അടിപൊളിയാണ്. നീ ഫസ്റ്റ് ടൈം അല്ലേ വരുന്നത് ഇവിടെ? ഓക്കെ. ഞാൻ ഇങ്ങനത്തെ ഒരു ലേക്കുള്ള അമ്പലത്തില് വരുന്നത് രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ നിങ്ങൾ വരിക. 5:30ക്കാണ് വൈകിട്ടത്തെ ടൈം പറഞ്ഞാൽ ഒരു 5:30 മുതൽ അങ്ങോട്ടേക്കാണ് പിന്നെ ടൈം. അപ്പം രാവിലെ വന്നാലും നല്ല ടൈമാണ്. അപ്പോൾ ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം ചൂടൊന്നും ഉണ്ടാവില്ല, ഇവിടെ വെയിലൊന്നും കൊള്ളാതെ നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. അപ്പോൾ ധാരാളം മത്സ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അതൊക്കെ കണ്ട് ശരിക്കും ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ പുറത്ത് പിന്നെ ഇരിക്കാനൊക്കെയുള്ള നല്ല സൗകര്യങ്ങളുണ്ട്. ഇത് നോക്കി നിങ്ങൾ ഒരുപാട് പിന്നെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്കിവിടെ ഇരുന്നിട്ട് വിശ്രമിക്കാനൊക്കെ സൗകര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് പിന്നെ ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. അത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഹോട്ടലും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടെ കഴിക്കാനോ ഭക്ഷണമോ കാര്യങ്ങളോ ഒന്നും പിന്നെ നമുക്ക് ഇവിടെ അടുത്ത ഭാഗത്ത് ഇവിടെ നിന്നും കിട്ടുകയില്ല. പിന്നെ ചെറിയൊരു ഷോപ്പ് ഇവിടെ ഉണ്ട്, അത്യാവശ്യം സാധനങ്ങളൊക്കെ ഈ ഒരു ഷോപ്പിലുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പം താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു അമ്പലത്തിലേക്ക് വരിക. സാധാരണ മറ്റുള്ള അമ്പലങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും മറ്റൊരു ട്രാവൽ ബ്ലോഗുമായി കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ.